ഹരി 2 എഫ്ഐആറുകൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആദ്യ എഫ്ഐആറിലാണ്, അതായത് ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയ കേസിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു എഫ്ഐആർ കട്ടളപ്പാളിയിലെ സ്വർണം കൊണ്ടുപോയതാണ്. അതിലുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ അല്ലേ? ഇപ്പോൾ വിവരങ്ങൾ അനുസരിച്ച് 2 കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. കാരണം 2 കേസുകളിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. അതിൽ 2ലും കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് അതിൽ ഒരു കേസിലായിക്കൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും ഒരു അന്തിമ സ്ഥിരീകരണത്തിലേക്ക് വരിക. പക്ഷേ എങ്കിൽ പോലും പുലർച്ചെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ തന്നെയാണ്. ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ കവർച്ചയും കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. പക്ഷെ ഒരു കേസിൽ മാത്രമേ കസ്റ്റഡി വാങ്ങിക്കൊണ്ട് ചോദ്യം ചെയ്യുകയുള്ളൂ. പക്ഷേ 2 കേസുകളിലെയും വിവരങ്ങൾ ചോദിച്ചറിയുക, ചോദ്യം ചെയ്യലിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ ഉണ്ടാവും. 2ൽ പ്രത്യേകമായിട്ട് കസ്റ്റഡി വാങ്ങില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും റാന്നി കോടതിയിൽ ഇത് സംബന്ധിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ നൽകാനുള്ള തീരുമാനത്തിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ റിമാൻഡ് റിപ്പോർട്ടിനോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ കൂടി നൽകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇന്ന് തന്നെ കസ്റ്റഡി അനുവദിക്കാനുള്ള സാധ്യതയില്ല. സാങ്കേതികമായി അത് അങ്ങനെയാണ്. പക്ഷേ എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ നാളെ തന്നെ ഇത്തരത്തിൽ കസ്റ്റഡി അനുവദിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഒരുപക്ഷെ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ADGP H. വെങ്കടേഷ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും അങ്ങനെ കസ്റ്റഡി ലഭിച്ച ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഇപ്പോഴുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത, അതായത് നമ്മൾ നേരത്തെ സംസാരിച്ച നാഗേഷും കൽപേഷും തമ്മിലുള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള വിശദമായ ചോദ്യം ചെയ്യൽ കസ്റ്റഡി ലഭിച്ച ശേഷം ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇനിയാണ് കൂടുതൽ വിവരങ്ങൾ, അതായത് ഓരോ വ്യക്തികളിലേക്കും എത്തേണ്ടതിന്റെ കൃത്യമായ തെളിവുകൾ, വിവരങ്ങൾ, മൊഴികളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഇനിയും ലഭിക്കാനുണ്ട്. മാത്രമല്ല തൊണ്ടി മുതൽ എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ടത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമാണ്. അതായത് ഒന്നിലധികം തവണ കൈമാറ്റം ചെയ്യപ്പെട്ട ആ സ്വർണം എവിടെയാണ് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് കോടതിയിൽ എത്തുമ്പോൾ തൊണ്ടി മുതൽ വിറ്റിട്ടുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കിയാൽ മാത്രമേ ഇതിനകത്ത് ഉണ്ണികൃഷ്ണനിലേക്ക് ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ ചുരുക്കി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT കസ്റ്റഡിയിലെടുക്കുന്നത്. ഏകദേശം 15 മണിക്കൂറോളം തുടർച്ചയായിട്ടുള്ള ചോദ്യം ചെയ്യൽ. ഇന്ന് പുലർച്ചെ 2:30 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 കേസുകളിലും, സ്വർണ്ണപ്പാളിയുടെ കേസിലും കട്ടളപ്പാളിയുടെ കേസിലും 2 എഫ്ഐആറിലും ഒന്നാം പ്രതിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷവും ചോദ്യം ചെയ്യൽ തുടർന്നു. മുതിർന്ന ഉദ്യോഗസ്ഥനെ SP ശശിധരൻ ഇന്നലെ സന്നിധാനത്തു നിന്നും നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് എത്തിയത്. അന്വേഷണം തുടർന്നു. SP ബിജോയി അടക്കമുള്ളവരും ഈ ചോദ്യം ചെയ്യലിൽ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. അതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രാവിലെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തി. അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ തുടർന്നു. ഇന്നലെ രാത്രിയിൽ ഉടനീളം നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇന്ന് പുലർച്ചയോടുകൂടി ഭാര്യയെയും സഹോദരി ഭർത്താവിനെയും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അവരുടെ മൊഴികളും ശേഖരിച്ചു. ഈ മൊഴികൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന് മനസ്സിലായി. ഉണ്ണികൃഷ്ണൻ നൽകിയ മൊഴികൾ ആദ്യം അന്വേഷണത്തിന് സഹായകരമായിരുന്നില്ല. അന്വേഷണത്തോട് നിസ്സഹകരിച്ചുവെങ്കിലും പിന്നീട് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി മുന്നിൽ വെച്ചു. ഓരോ തെളിവുകളും SIT ഹാജരാക്കിയപ്പോൾ അതിനോട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ ഗൂഢാലോചനയുടെ ചിത്രമാണ് തെളിഞ്ഞു വരുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ളത് മൊഴികളിലുണ്ട്. മുരാരി ബാബുവിന് പങ്കുണ്ട് എന്നത് മൊഴികളിലുണ്ട്. ഉരുക്കിയ സ്വർണം ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു കൊടുത്തു എന്ന മൊഴികളിലുണ്ട്. ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് പാളി കൊണ്ടുപോയത് എന്ന മൊഴികളിലുണ്ട്. ഇത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരിയുമായി അന്വേഷണം നടക്കുന്നതിനിടയിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും മൊഴിയിലുണ്ട്. നിർണായകമായ വിവരങ്ങളാണ് റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർ അറിയുന്നത്. നേരെ റാന്നിയിലേക്ക് കൊണ്ടുപോവുകയാണ്.